നമ്മുടെ റബ്ബ് പറഞ്ഞാൽ, നമ്മുടെ റബ്ബിന്റെ റസൂല് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കും. അള്ളാഹുൽ വിശ്വസിക്കും. അള്ളാഹു അവൻ നമ്മളെ കാണുന്നവനാണ്, അവൻ നമ്മളെ കേൾക്കുന്നവനാണ്, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഞാൻ ഓതിയ 2-3 ആയത്തുകളില്ലേ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബകളുടെ പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ അധികവും ഓതിയിരുന്ന 3 ആയത്തുകളാണ്. ഈ 3 ആയത്തുകളാണ് സുന്നത്തിന് വേണ്ടി നമ്മളും നമ്മുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതുന്നത്. അതിൽ പ്രധാനമായും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്നാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ ബോധം എനിക്കുണ്ടാകണം. ആ ബോധം എനിക്കുണ്ടായാൽ, ആ മറഞ്ഞ കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായാൽ എൻ്റെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാകും. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. മുത്തഖി ആകാനാണ് നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത്. മുത്തഖി ആവുക എന്ന് പറയുന്ന വലിയ സാഹസികമായ ഒരു കർമ്മമാണ് നമുക്ക് ഈ മാസത്തിൽ ചെയ്തു തീർക്കാനുള്ളത്. മുത്തഖി ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ അർത്ഥം എല്ലാ സമയത്തും എന്നെ എൻ്റെ റബ്ബ് കാണുന്നു എന്ന ബോധം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം ശുദ്ധമാകും, നമ്മുടെ ജീവിതം പാപരഹിതമാകും. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയും വരികയില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധം അതാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം. നമ്മൾ സാധാരണഗതിയിൽ സൂക്ഷിക്കണേ, ഇവിടെ CC ക്യാമറ ഉണ്ട് എന്ന് പറയാറില്ലേ? സൂക്ഷിക്കണേ, ഇവിടെ CC ക്യാമറ ഉണ്ട്. വാഹനം വളരെ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡ്രൈവർ അവൻ്റെ മുമ്പിൽ തെളിയാൻ സാധ്യതയുള്ള ഒരു ക്യാമറയെ ഭയപ്പെടുന്നു. അവൻ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നു. അഥവാ സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും, ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈനിനെ മനുഷ്യന് ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെവിടങ്ങളിലൊക്കെ ചില ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബോധം നമ്മുടെ ഹൃദയത്തിൽ തരണം, കിട്ടണം, ലഭിക്കണം. അങ്ങനെ ഒരു ബോധമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്പീഡ് കൺട്രോൾഡ് ആവും. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര നമുക്ക് കൃത്യമായ വഴിയിലൂടെ ആക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിലൂടെ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റി വിശ്വാസമുണ്ടാക്കുക, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ മാത്രമാണ്, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ രൂഢമൂലമായാൽ മാത്രമാണ് ബാക്കിയുള്ള അമലുകൾ നമുക്ക് എളുപ്പമാവുകയുള്ളൂ, അമലുകളിൽ നമുക്ക് ലദ്ദത്ത് ലഭിക്കുകയുള്ളൂ, അമലുകളിലൂടെ നമുക്ക് പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം, ഈമാനിനെ ശക്തിപ്പെടുത്തണം. അതിനെന്താ വേണ്ടത്? അതിന് അള്ളാഹുവിനെ കുറിച്ചിട്ട് അധികമായി നമ്മൾ പറയണം, അള്ളാഹുവിനെ കുറിച്ച് അധികമായി നമ്മൾ കേൾക്കണം. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ അധികമായ നിലയിൽ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞും കേട്ടും ഹൃദയത്തെ പാകപ്പെടുത്തണം. അതിനായി ഈ പരിശുദ്ധ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. ഗൈബിയായ എല്ലാ വിഷയങ്ങളിലും അടിയുറച്ച വിശ്വാസത്തെ അള്ളാഹു നമുക്കൊക്കെ സമ്മാനിക്കുമാറാകട്ടെ. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവ് കൊണ്ട് നമുക്കറിയിച്ചിട്ടുള്ള സംഗതികളിൽ അല്പം പോലും സംശയമില്ലാതെ അടിയുറച്ച് വിശ്വസിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നേരത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ആ വിശ്വാസത്തെ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട്, അഥവാ കലിമ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതാന്ത്യം വരെ ഇസ്സത്തും ഇഫ്ഫത്തും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നമുക്ക് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഒക്കെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. उलमाए देवबंद